പലരുടെയും സംശയമാണ് ഫസ്റ്റ് നൈറ്റ് സെക്സ് സാധ്യമാണോ എന്നുള്ളത്. ഫസ്റ്റ് നൈറ്റ് സെക്സ് ട്രൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് സെക്സ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നൈറ്റ് സെക്സ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരുമായിരിക്കും. പല ഫാമിലി കേസുകളിലും നമ്മൾ കണ്ടുവരാറുണ്ട്, ഭാര്യ സെക്സിന് ഓക്കെ അല്ല, കംഫർട്ട് അല്ല, സെക്സ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുണ്ട്. അതിനൊക്കെ കാരണമായിട്ട് വരുന്നത് ഈ ഫസ്റ്റ് നൈറ്റ് സെക്സിലുള്ള എക്സ്പീരിയൻസുകളാണ്. പലപ്പോഴും പല പുരുഷന്മാരും ചെയ്യുന്ന പ്രോബ്ലമാണ് നേരിട്ട് സെക്സിലേക്ക് കടക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ പങ്കാളിയോട് കംഫർട്ടാണോ എന്നുള്ള ഒരു കാര്യം അന്വേഷിക്കാറില്ല എന്നുള്ളത്. സെക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിപ്രധാനമാണ് തൻ്റെ പങ്കാളി സെക്സിന് ഓക്കെ ആണോ, മാനസികമായി ശാരീരികമായി സെക്സിന് ഓക്കെ ആണോ എന്നുള്ളത് അവരോട് സംസാരത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത്. മാനസികപരമായിട്ട് അവർ ഒരുക്കിയാൽ മാത്രമേ ശാരീരികപരമായിട്ട് അവർ ഓക്കെ ആവുള്ളൂ എന്നുള്ളത് പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് അവരെ പരിഗണിക്കുക എന്നുള്ളത്. അവർ ഏത് സ്റ്റേജിലാണോ ഉള്ളത് അവരെ മനസ്സിലാക്കി അവരെ തന്നെ പൂർണ്ണമായി സ്വീകരിച്ചിരിക്കുന്നു ഏതവസ്ഥയിലും എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിലേക്ക് ചേർക്കുക എന്നുള്ളത് നമുക്ക് സംസാരത്തിലൂടെ മാത്രമേ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുള്ളൂ. സെക്സിന് ഓക്കെ ആണ് എന്ന് അവർ ഓക്കെ ആയി കംഫർട്ടായിരിക്കുമ്പോൾ മാത്രമേ സെക്സ് നമുക്ക് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു സംഭവമാക്കി ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഒരിക്കലും സെക്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്ത് ആസ്വദിക്കേണ്ട ഒരു കാര്യമല്ല. അത് പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രയാസകരമായിട്ട് മാറുന്ന സിറ്റുവേഷനുകളും കണ്ടുവരാറുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ആകർഷിപ്പിക്കാൻ അവരെ കംഫർട്ടാക്കുക എന്നുള്ളത് തന്നെയാണ് കൂടുതലായിട്ടും അവൾ ആഗ്രഹിക്കുന്നത്. അവളുടെ പേടി, നാണം, താല്പര്യക്കുറവ് ഇതൊക്കെ മനസ്സിലാക്കി പുരുഷൻ അവളോട് പെരുമാറുന്ന രീതി അതിപ്രധാനമാണ്. അവളെ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം സെക്സിന്റെ അതിപ്രധാനമായിട്ടുള്ള ഘടകം തന്നെയാണ്, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും. ഫസ്റ്റ് നൈറ്റിൽ തന്നെ സെക്സ് ആസ്വദിക്കുക എന്ന് പറയുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ശാരീരികപരമായിട്ടും അവരെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരിൽ അനുഭവപ്പെടുന്ന പെയിൻ, വജൈന പെയിൻ, പെൻസ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തുള്ള പെയിൻ കുറക്കാനും ഈ സംസാരം അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ലുബ്രിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ സ്ത്രീ എവിടെയാണ് നിൽക്കുന്ന പ്ലേസ് അവളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് ആണെങ്കിൽ മാത്രമേ സെക്സിലേക്ക് അവൾക്ക് ആഗ്രഹം തോന്നിപ്പിക്കുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പങ്കാളിയുടെ സ്മെല്ല്, സുഗന്ധമായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ യൂസ് ചെയ്യുന്നതും സ്ത്രീയെ ആകർഷിപ്പിക്കുന്ന വലിയൊരു ഘടകം തന്നെയാണ്. അവളെ സൗന്ദര്യത്തിൽ അപ്രിസിയേഷൻ ചെയ്യുക, അവളുടെ ഡ്രസ്സിങ്ങിൽ, അവളുടെ മൂവ്മെൻറ്റ്സിലൊക്കെ അവളെ വല്ലാതെ അഭിനന്ദിക്കുന്നത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാണം, പേടി ഒക്കെ കുറക്കാൻ കാരണമായി കാണാറുണ്ട്. ഒരിക്കലും ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് ഒരു സെക്സ് എന്നുള്ള കൺസെപ്റ്റിൽ കൂടുതലായിട്ട് ഒരു പാർട്ണർ, ഒരു കൂട്ടാളിയെ നമ്മൾ ഒരുമിച്ചാണ് എന്നുള്ള ഒരു
ചിന്ത അവരിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യം പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത്. തന്നോട് ജീവിതകാലം മുഴുവൻ സന്തോഷത്തിൽ കഴിയാൻ വരുന്ന ഒരാളായിട്ടാണ്, തന്നെ സ്നേഹിക്കാനും തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും കൂടി തന്നെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയ ഒരാളായിട്ടാണ് ഓരോ പുരുഷന്മാരെയും ഓരോ സ്ത്രീകളും കാണുക. അതിലുപരി തന്നെ ഒരു സെക്സ് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു ഘടകം മാത്രമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളത് അവരെ ആ ഒരു ആങ്സൈറ്റിയിൽ നിന്നും അവരെ മറികടക്കാൻ സഹായിക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് തന്നെയാണ്.